നമസ്കാരം, ഫുട്ബോൾ പേരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. FP Extra ആണ് നമ്മുടെ സെക്കൻഡ് ചാനലിലുള്ള ഈ വീഡിയോ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് ക്ലാസിക്കറിൽ നിന്ന് തുടങ്ങാം. ഡയറക്റ്റ് ക്ലാസിക്കറിൽ ഇന്നലെ ബയൺ മ്യൂണിക്ക് 3-2 ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ സിഗ്നൽ ഇഡൂന പാർക്കിൽ ചെന്ന് തോൽപ്പിച്ചുകൊണ്ട് ലീഗ് പ്രട്ടി മച്ച് ഡൺ. 11 പോയിന്റ് ലീഡായിട്ടുണ്ട് ബയൺ മ്യൂണിക്കിന്. ലീഗ് വിട്ടേര് ഇനിയും ബുണ്ടസ് ലീഗ ബയൺ ജയിച്ചു. ഫുൾ ഫോക്കസ് ബയൺ ഇനി ചാമ്പ്യൻസ് ലീഗ് കൊടുക്കാം. ബയണിൻ്റെ സ്ക്വാഡ് ഡെപ്ത് വളരെ കുറവാണ്. അതിനകത്ത് തന്നെ ലീഗിൽ 11 പോയിന്റ് ലീഡ് വളരെ ആശ്വാസം തരുന്ന കാര്യമാണ്. അവർക്ക് ഫുൾ ഫോക്കസ് ചാമ്പ്യൻസ് ലീഗിലോട്ട് കൊടുക്കാം. മേ ബി ഒരു 2-3 പ്ലേയേഴ്സിനൊക്കെ വീക്ക്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ബയൺ ഒത്തിരി റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ക്വാഡ് ഡെപ്ത് ഇല്ല, പക്ഷേ 2-3 പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ക്വാഡ് ഡെപ്ത് ഒക്കെ ഉണ്ട്. ബയണിന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണിത്. ഇന്നലത്തെ മാച്ചിൽ അത്യാവശ്യം മെനക്കെട്ട് തന്നെയാണ് ബയൺ ഈ മാച്ച് ജയിച്ചത്. നിങ്ങൾക്ക് ബൊറൂസിയ ഇറക്കിയ ലൈനപ്പിൽ നമുക്ക് തുടങ്ങാം. ബൊറൂസിയയിൽ സ്ലോട്ടർ ബാക്ക് തിരിച്ചു വന്നു, സബിറ്റ്സറും തിരിച്ചു വന്നു. രണ്ടുപേരും ഇഞ്ചറി കാരണം ബെഞ്ചിലുണ്ടായിരുന്നു, ബട്ട് യൂസ് ചെയ്തിരുന്നില്ല. അറ്റ്ലാന്റ മാച്ചിൽ രണ്ടുപേരും തിരിച്ചു വന്നു. ഫെലിക്സ് ഡമേച്ച മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. യാൻ കൂട്ടോനെയാണ് സ്റ്റാർട്ട് ചെയ്തത് സെവൻസിനോടൊപ്പം, റയർസനെ അല്ല സ്റ്റാർട്ട് ചെയ്തത്. ബയൺ മ്യൂണിക്ക് ഇറക്കിയ ലൈനപ്പോഴും നിങ്ങൾക്ക് ഇപ്പം കാണാം. ഒലീസ് സ്റ്റാർട്ട് ചെയ്തു, കെയ്ൻ സ്റ്റാർട്ട് ചെയ്തു, കിമ്മിച്ച് ഉണ്ടായിരുന്നു, പവ്ലോവിച്ച് ഉണ്ടായിരുന്നു, സ്റ്റാനിസിച്ച് ഉണ്ടായിരുന്നു. ബയണിൻ്റെ പ്രട്ടി മച്ച് തായും ഉപ്പമേക്കാനും സെൻറ്റർ ബാക്ക് ഡ്യൂസ് ദ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് ആസ് വെൽ. ലൂയിസ് ഡിയാസ് രണ്ട് ടീമും ആർഗ്യുബിലി അവരുടെ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് ആയിട്ട് തന്നെ ഇറങ്ങി അവൈലബിൾ പ്ലേയേഴ്സ് വെച്ച്. ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഫാബിയോ സിൽവയാണ് സ്റ്റാർട്ട് ചെയ്തത് സെൻറ്റർ ഫോർവേഡായിട്ട്, ഗുറാസി അല്ല. അതൊരു ചേഞ്ച് ആയിട്ടാണ് അവർ നടത്തിയത്. ഈ ഒരു മത്സരത്തിലൂടെ വരുമ്പോൾ സ്ലോട്ടർ ബാക്ക് ഈ മാച്ചിൽ ഒരു ഓവറോൾ എല്ലാത്തിലും നിറഞ്ഞു നിന്നു എന്ന് പറയേണ്ടി വരും. കാരണം ലക്കും ആളോടൊപ്പം ഉണ്ടായിരുന്നു. ആൾ സ്റ്റാനിസിച്ചിന് മേൽ നടത്തിയൊരു ടാക്കിൾ, ഇപ്പം ഫസ്റ്റ് ആൾ ബോളിലോട്ടാണ് വരുന്നതെങ്കിലും ഫോളോ അപ്പിൽ എന്ന് കാണാം. അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് മേളിച്ചൻ്റെ എന്നാണ് ചവിട്ടുന്നത്. അവിടെ ആൾക്ക് റെഡ് കാർഡ് കൊടുക്കുന്നില്ല, യെല്ലോ കാർഡ് കൊടുത്തുകൊണ്ട് ആൾ രക്ഷപ്പെടുവാണ്. ഈസിലി അതൊരു റെഡ് കാർഡ് സിനാരിയോ ആയേനെ. 10 പേരുമായിട്ട് ഡോർട്ട്മുണ്ട് ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ മാറി പണി കിട്ടിയാണ്. ഇതിനിടയ്ക്ക് എമറെ ചാനി ഇഞ്ചറി പറ്റി പോകുന്നൊരു സിനാരിയോ വന്നു. 30-ാം മിനിറ്റിൽ തന്നെ ബെൻസബാനി പിച്ചിലോട്ട് വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഈ ഒരു മത്സരത്തിൽ രണ്ടുപേരും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട് സ്ലോട്ടർ ബാക്കിനെ എല്ലാവരും ഹൈലി ഡിമാൻഡ് ചെയ്യുന്നൊരു CB ആവുന്നതെന്ന് അറിയണമെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് മാത്രം കണ്ടാൽ അത് സ്ലോട്ടർ ബാക്കിന്, അതായത് പുള്ളി ഡിഫൻസീവിൽ കുറേ ഇഷ്യൂസൊക്കെയാണ്. ഈ മാച്ച് കണ്ടവർക്ക് അറിയാമ്പോൾ ഡിഫൻസീവ് ഇഷ്യൂസൊക്കെയാണ്, ബട്ട് ആൾ ഓൺ ദ ബോൾ അബിലിറ്റി സ്റ്റോപ്പ് നോച്ച്. ഈ ഒരു മാച്ചിൽ നിങ്ങൾക്ക് കാണാം, ആളുടെ കാല് ബോൾ കിട്ടുന്നു, ആളൊരു ത്രൂ ബോൾ നേരെ മാക്സിമിലിയാനോ ബയറിലോട്ട് ഇടുവാണ്. ബയറിൻ്റെ അത്രയും ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ ഫേസിലോട്ട് ആൾ ബോൾ അവിടെ നിന്ന് ഗ്രൗണ്ട് ബോളാണ് ഇടുന്നത്, ഏരിയയിലേ അല്ല, ത്രൂ ബോൾ ഗ്രൗണ്ടിലൂടെ ആൾ ഇടുവാണ്. അതാണ് ആളുടെ പാസിംഗ് റേഞ്ച്. ഇതാണ് ആളെ എല്ലാവരും ടോപ്പ് റേറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും വേണമെന്ന് തോന്നുന്നത്. ഈ ഒരു മത്സരത്തിൽ ആഡിയമ്മീനെ ഉപ്പമയ്ക്കാനോ ഫൗൾ ചെയ്യുവാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ആൻഡ് ഉപ്പമയ്ക്കാനോ ഫൗൾ ചെയ്യുന്നു, അവിടെ ഒരു ഫ്രീ കിക്ക് കൺസീഡ് ചെയ്യുന്നു. ആൻഡ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത് സെവൻസനാണ്. സെവൻസൺ എടുക്കുന്ന ഫ്രീ കിക്ക് സ്ലോട്ടർ ബാക്കിൻ്റെ തലയിലോട്ടാണ്. ഏതാണ് സ്ലോട്ടർ ബാക്ക് കംഫർട്ടബിളി അത് ഹെഡ് ചെയ്തു. നല്ല ഹെഡറായിരുന്നു, അത് ജമ്പൊക്കെ അടിപൊളിയായിരുന്നു. ഹെഡ് ചെയ്ത് 1-0 ലീഡ് ഡോർട്ട്മുണ്ട് എടുക്കുകയാണ്. ബൊറൂസിയ ഡോർട്ട്മുണ്ട് 1-0 ലീഡ് എടുക്കുന്ന ഒരു സിനാരിയോയിലോട്ട് വരുവാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൺ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ബയൺ അറ്റ് ദർ ബെസ്റ്റ് അല്ലായിരുന്നു. ബയൺ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് ബയൺ ഫസ്റ്റ് ഹാഫ് സാധിക്കുന്നില്ലായിരുന്നു. ബട്ട് എല്ലാം ഹാഫ് ചാൻസുകളാണ്. ഫാൻസ് സിഗ്നൽ ഇഡൂന പാർക്കിലെ ഫാൻസ് പക്കയായിട്ട് അങ്ങോട്ട് ഫയറപ്പ് ആവുന്നു, കളിയിൽ ഡോർട്ട്മുണ്ടിന് സപ്പോർട്ട് വരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ബൊറൂസിയ എൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഈവൻ ദോ ബയണിന് ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ടൊരു ക്ലിനിക്കൽ ചാൻസുകളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് മിക്കതും സാധിച്ചില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫ് 1-0 ലീഡിൽ ഡോർട്ട്മുണ്ട് വന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഡോർട്ട്മുണ്ട് കുറച്ച് ഇൻറ്റൻസിറ്റി ഡൗൺ ചെയ്തു. ആൻഡ് ബയൺ പതുക്കെ ഗെയിമിലോട്ട് വന്നു. ആദ്യം തന്നെ ഒരു സുവർണ ചാൻസ് ഇതിനിടയ്ക്ക് ഉപ്പമയ്ക്കാനോ കിട്ടിയാണ്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിൽ തന്നെ ഒലീസ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ക്രോസ് ഈസിലി പുള്ളിക്കായി ടാപ്പിങ് ചെയ്യാൻ അവിടെ ആൾ മിസ് ചെയ്യാണ്. അത് ശരിക്കും ഒരു സിറ്റർ മിസ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മറ്റാരുമല്ല, ജോഷുവ കിമിച്ച് ലൂടെ. ഇപ്പോൾ കിമിച്ചാണ് വിന്നർ പഠിക്കുന്നത്, കിമിച്ചാണ് ഫസ്റ്റ് ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ജോഷുവ കിമിച്ചിൻ്റെ കാലോട്ട് ഗോൾ വരുന്നു, ആളവിടെ ഒരു ലൂപ്പ് ചെയ്ത് നേരെ ഗ്നാബ്രിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആൻഡ് ഗ്നാബ്രി ഹെഡറിലൂടെ ഹാരി കെയിനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആൻഡ് ഹാരി കെയിൻ ഈസിലി അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് 1-1 ആക്കുന്ന സിനാരിയോ വരുവാണ് ഹാരി കെയിൻ. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കളി മുന്നോട്ട് പോവുകയാണ്. രണ്ട് ടീമുകൾ ഇതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്ത നിമിഷം ബൊറൂസിയ ഡോർട്ട്മുണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് ബയണും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒലീസിൻ്റെ ഒരു സിറ്റർ മിസ് വരുന്നുണ്ട്, അപ്പുറത്ത് ബയറിന് ഒരു നല്ല ചാൻസ് കിട്ടുന്നുണ്ട്, ആളത് മിസ് ചെയ്യുന്നുണ്ട്. രണ്ട് ടീമുകളും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഓപ്പൺ. രണ്ട് ടീമിനെയും ബിഗസ്റ്റ് ഇഷ്യൂ എവിടെയാണ് ഡിഫൻസിലാണ്. അത് ഈ മാച്ചിലെ സെക്കൻഡ് ഹാഫ് കാണാൻ മനസ്സിലാവും എന്തുകൊണ്ട് ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെയും ബയൺ മ്യൂണിക്കിൻ്റെയും ഡിഫൻസ്
ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ സെക്കൻഡ് ഹാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ധാരാളം മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഒലീസിൻ്റെയൊക്കെ ചാൻസ് ഫെലിക്സ് നമേച്ച സിമ്പിളായിട്ടൊരു ബാക്ക് പാസ് ഇട്ട് കൊടുത്താണ് ഒലീസിൻ്റെ കാലിലോട്ട്, അവിടുന്ന് പോയ ആൾ മിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ മൊമെൻറ്റ്സുകൾ ക്രിയേറ്റ് ആവുകയാണ്. ആൻഡ് ഇതിനിടയ്ക്കാണ് സ്ലോട്ടർ ബാക്ക് ഇപ്പം മറ്റൊരു ഫൗള് കൺസീഡ് ചെയ്യുന്ന ഒരു സിനാരിയോ വരുന്നത്. മറ്റേ സ്റ്റാനിസിനെ തന്നെയാണ് ആൾ ഫൗൾ ചെയ്യുന്നത്. നമുക്കവിടെ കാണാം ആൾ അവിടെ കട്ട് ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് ഒരു സോഫ്റ്റ് ടച്ചാണ്, അത് വീഴാനായിട്ടുള്ള ടച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അവിടെ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പ്ലേയേഴ്സ് വീഴും. അവിടെ സ്ലോട്ടർ ബാക്ക് ആ ഒരു പെനൽറ്റി കൺസീഡ് ചെയ്യുകയാണ്. ആൻഡ് അത് എടുക്കുന്നത് ഹാരി കെയ്നാണ്. കോബലിൻ്റെ കയ്യിൽ കൊണ്ടാണ് അത് കയറുന്നത്. കോബൽ ആ സേവ് ചെയ്യായിരുന്നു, പക്ഷേ നല്ല പവർഫുൾ ഷോട്ടായിരുന്നു. ആൻഡ് ഹാരി കെയ്ൻ തൻ്റെ 30ാമത്തെ ലീഗ് ഗോൾ ഈ സീസണിൽ അടിച്ചിരിക്കുകയാണ്. ഓൾ കോമ്പറ്റീഷൻ 50 ഗോൾസും ആയിരിക്കുകയാണ് ഈ സീസൺ. ആൻഡ് ഹാരി കെയ്ൻ ഈസ് ഓൺ ഹെറാൻ 30ാമത്തെ ഗോള്. 2-1 ഒരു ലീഡ് ബയൺ മ്യൂണിക് എടുക്കുന്ന ഒരു സിനാരി വരുവാണ്. ഓക്കെ 2-1 ബയൺ ഈ വിന്നുമായിട്ട് പോവോ? പക്ഷേ അതിനിടയ്ക്ക് തിരിച്ച് ബൊറൂസിയ ഡോർട്ട്മണ്ട് ചേഞ്ചുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഗുറാസി വരുന്നുണ്ട്, വേറെ 2-3 സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നു, ജോബ് ബെല്ലിംഗം പിച്ചിലോട്ട് വരുന്നു. സോ ദേ വെർ പുഷിങ് ഫോർ ദാറ്റ് ഗോൾ. ആൻഡ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ഈക്വലൈസർ വരുന്ന ഒരു സിനാരിയോ കണ്ടു. 83ാം മിനിറ്റിലായിരുന്നു തോന്നുന്നു. അവിടെ നമ്മൾ നോക്കാനായിട്ടാണ് സബിറ്റ്സറിലോട്ട് ബോൾ വരുന്നു. ആൻഡ് സബിറ്റ്സറിൻ്റെ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. അവിടെ ഗുറാസി ആ 2 ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്യുന്നു. ഗുറാസി അത് എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആളുടെ കാലിൽ കൊള്ളുന്നില്ല. പക്ഷേ സെവൻസൺ അവിടെ എത്തുന്നുണ്ടായിരുന്നു. സെവൻസൻ്റെ ഒരു ഫസ്റ്റ് ടൈം വോളി പക്കായിട്ട് ആളത് പ്ലേസ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുകയാണ്. 2-2 ആക്കുന്നു. ബൊറൂസിയ ഡ്രോ ആക്കുന്ന ഒരു സിനാരിയോ, ഡെർക്ക് ക്ലാസിക്കർ ഡ്രോയിൽ എൻഡ് ചെയ്യുന്നുള്ളൊരു സിനാരിയോ. പക്ഷേ അവിടെയും തീർന്നില്ല. പിന്നീട് 87ാം മിനിറ്റിലാണ് ആ ഒരു മൊമെൻറ്റ് വരുന്നത്. ഒലീസിൻ്റെ ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. അത് ജോബ് ബെല്ലിംഗം ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് നേരെ ചെല്ലുന്ന കിമ്മിച്ചിൻ്റെ കാലിലോട്ടാണ്. കിമ്മിച്ച് തൻ്റെ വീക്ക് ഫുട്ടായ ലെഫ്റ്റ് ഫുട്ട് ഉപയോഗിച്ച് ആ വോളി പ്ലേസ് ചെയ്യുകയാണ്. ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യുന്നു, കോബലിനെ ബീറ്റ് ചെയ്യുന്നു. 3-2 വിന്നുമായിട്ട് നമ്മൾ നോക്കാനായിട്ടാണ് ബയൺ മ്യൂണിക്ക് പോവുകയാണ്. അതൊരു 1-1.5 പ്ലേസ്മെൻ്റ് ആണ്. ഈസിലി ആൾക്ക് അത് അടിച്ച് 6 വിടായിരുന്നു. പക്ഷേ അവിടെയൊക്കെയാണ് കിമ്മിച്ച് എനിക്കിപ്പോഴും അറിയത്തില്ല, ഇത്രയും വർഷമായിട്ട് ലോങ്ജിവിറ്റി കൊടുക്കുന്ന ഒരു പ്ലെയർ സ്റ്റിൽ ഐ വിൽ സേ ഈസ് അണ്ടർ റേറ്റഡ്. ആ രീതിയിലുള്ള ഒരു പ്ലെയറാണ്. ഇന്നലത്തെ പിച്ചിലേക്ക് ഇപ്പോൾ കിമ്മിച്ചിൻ്റെ ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് കാണാം. യെസ്, ഓൾ ഓവർ ദ പിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. പിച്ചിൽ അമ്മാതിരി പെർഫോമൻസ് ആണ് കിമ്മിച്ച് നമ്മൾ നോക്കാനാണെങ്കിൽ ഈ ടീമിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ പ്ലെയർ, അന്യായ പ്ലെയർ തന്നെയാണ്. ആൻഡ് കിമ്മിച്ച് ആ ഫസ്റ്റ് ഗോളും ക്രിയേറ്റ് ചെയ്ത പുള്ളിയാണ്. ആൻഡ് 3ാമത്തെ ഗോളും ആൾ സ്കോർ ചെയ്യുന്നു. 3-2 വിന്നുമായിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ബയൺ മ്യൂണിക് ഡെർക്ക് ക്ലാസിക്കറിൽ നിന്നും പോവുകയാണ്. സോ ഈ മാച്ചിലോട്ട് ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ 2 ടീമിനും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഡിഫെൻസീവ്ലി. ബട്ട് ബയൺ കൂടുതൽ ഡിറ്റർമിനേഷൻ കാണിച്ചു ഫൈനൽ തേർഡിൽ. അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് പറയാം ഫൈനൽ തേർഡിൽ. അതുകൊണ്ട് അവർ വിന്നുമായിട്ട് പോവാണ്. ക്വാളിറ്റി കൂടുതലായിരുന്നു ബയൺ, അത് പറയാതിരിക്കാൻ വയ്യ. സോ ഡെർക്ക് ക്ലാസിക്കൻ്റെ ഈ ഒരു വിന്നോടുകൂടി നമുക്കറിയാം പ്രെറ്റി മച്ച് ബുണ്ടസ് ലീഗ ഇസ് ഡൺ. ഇനി സെക്കൻഡ് സ്പോട്ട് ആര് ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ബുണ്ടസ് ലീഗയിലുള്ളൂ. ബട്ട് ബയൺ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഡിഫെൻസീവ് ഇഷ്യൂസ്. അവർക്ക് ചാമ്പ്യൻസ് ലീഗാണ് ബയൺ ഇനിയും നേടേണ്ട മെയിൻ ട്രോഫി. ആൻഡ് അത് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഡിഫെൻസീവ്ലി ടീം ഇമ്പ്രൂവ് ചെയ്തേ പറ്റും. ഓക്കെ, ഇത്ര ഒഫൻസീവ് സ്റ്റൈൽ ഓഫ് പ്ലേ നല്ലതാണോ എന്ന് ചോദിച്ചാലാണ്, ചാൻസുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യും എല്ലാം. ബട്ട് ഡിഫിക്കൽട്ട് ഒപ്പോണൻസിന് അഗേൻസ്റ്റ് വരുമ്പോഴേക്കും മേ ബി ഇന്നത്തെ മാച്ച് അപ്പ് ഫ്രണ്ടിൽ വെച്ച ഹാളുണ്ടായിരുന്നു ഇന്ന് ബൊറൂസിയ സ്ട്രൈക്കറെങ്കിലും മേ ബി 3-2 സ്ഥാനത്ത് 5-2 അല്ല 5-3 എല്ലാം ബൊറൂസിയ മാച്ച് ജയിച്ചാണ്. സോ അത്തരം ക്വാളിറ്റി സ്ട്രൈക്കേഴ്സിനൊക്കെ അഗേൻസ്റ്റ് ആയിരിക്കും ഇനി ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനായിട്ട് പോകുന്നത്. ഉപ്പമക്കാനോ ഇന്നലെ ജൊനാഥൻ താ ആക്ച്വലി ഹാഡ് എ പ്രെറ്റി ഡീസൻറ്റ് ഗെയിം. ഉപ്പമക്കാനോ മോശമല്ലായിരുന്നു, ബട്ട് ഇന്നലെ ജൊനാഥൻ താ ആക്ച്വലി ഹാഡ് എ പ്രെറ്റി ഡീസൻറ്റ് ഗെയിം. ബട്ട് ഉപ്പമക്കാനോ ആണെങ്കിലും ജൊനാഥൻ താ ആണെങ്കിലും സ്റ്റാനിസിച്ച് ആണെങ്കിലും എല്ലാവരും ഡിഫെൻസീവ്ലി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡിഫെൻസീവ് അവയർനെസ് പ്ലേയേഴ്സിൽ വരേണ്ട ആവശ്യമുണ്ട്. സോ അതും കൂടെ വരുവാണെങ്കിൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഇന്നലെ ഹാരി കെയ്ൻ ത്രൂ ഔട്ട് ദ പിച്ച് ഓടി നടന്ന് കളിക്കുകയാണ്. പുള്ളി ചില മൂമെൻറ്റ്സിലൊക്കെ പുള്ളിയുടെ ഹീറ്റ് മാപ്പൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ വെച്ചാലും പുള്ളി റൈറ്റ് ബാക്ക് റോളിൽ പലപ്പോഴും ആ ഏരിയ വന്നൊക്കെ ഡിഫെൻസീവ് ട്രാൻസിഷനിൽ കവർ കൊടുക്കുകയാണ്. പക്ഷേ 2 ഗോളും ആൾ സ്കോർ ചെയ്തു. മോമെൻറ്റ്സ് ബോക്സിലോട്ട് ഗോൾ വരുമ്പോൾ ആൾ അവിടെയുണ്ട്. സോ ഈ ഒരു പ്രായത്തിലും ഹാരി കെയ്ൻ കൊടുക്കുന്ന ഒരു എഫേർട്ടൊക്കെ ഉള്ളൂ, അതൊക്കെ 1-1.5 യു ക്യാൻ സേ അറ്റാക്കേഴ്സിൽ ഒരു കംപ്ലീറ്റ് അറ്റാക്കറാണ് ഈ സീസണിൽ ഹാരി കെയ്ൻ. നോട്ട് ജസ്റ്റ് ഗോൾ സ്കോറിങ് നമ്പേഴ്സും ഉണ്ട്, അതോടൊപ്പം ഡിഫെൻസീവ് നമ്പേഴ്സും ആളോടൊപ്പം ഉണ്ട്. സച്ച് എ ഗ്രേറ്റ് പ്ലെയർ ബ്രോ ഹാരി കെയ്ൻ. എങ്ങനെയാലും ഹാരി കെയ്ൻ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തുമായിരിക്കും. ഞാൻ പ്രെറ്റി ഷുവർ. ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടെ നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് വരാനായിട്ടാണെങ്കിൽ ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് റയലോവയുടെ ഒവേ ചെന്നിട്ട് 1-0 ഒരു കംഫർട്ടബിൾ വിൻ ഓൺ പേപ്പറുമായിട്ട് വന്നെന്ന് പറയാം. ബട്ട് ഈ മാച്ചിലെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 ബിഗ് ചാൻസ് റയലോവയുടെ ക്രിയേറ്റ് ചെയ്തു, 3 അവർ മിസ് ചെയ്തു. അത്ലറ്റിക്കോ ആപ്പാട് ക്രിയേറ്റ് ചെയ്ത ഒരേ ഒരു ബിഗ് ചാൻസ് ആണ്, അത് അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഈ മാച്ചിൽ 90+4th മിനിറ്റിൽ യൂലിയാൻ അൽവാറസ് സ്കോർ ചെയ്ത വിന്നറിലാണ് അത്ലറ്റിക്കോ ജയിച്ചുകൊണ്ട് വരുന്നത്. അത്ലറ്റിക്കോ ഇറക്കിയ ലൈനപ്പ് നോക്കുക, ഓർക്കുക വെനസ്ഡേ ബാർസ മാച്ചാണ് വരുന്നത്. ആ ഒരു മിഡ് വീക്ക് ക്ലബ് ബ്രൂഹിനോടൊക്കെ കളിച്ച് കംഫർട്ടബിളി ജയിച്ച് വരികയാണ്. ബട്ട് ഇന്നിറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക. ഇതാണ് ലീഗിൽ അവർ റൊട്ടേറ്റ് ചെയ്യും, ലീഗിൽ അവർ കംഫർട്ടബിളി റൊട്ടേറ്റ് ചെയ്യും. മെൻഡോസനെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തു, കാർഡോസനെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തു, അലക്സ് ബേനെ ഉണ്ടായിരുന്നു, അൽമാഡ ഉണ്ടായിരുന്നു.
അപ്പ് ഫ്രണ്ട് സൊർലോത്തും ഉണ്ടായിരുന്നു, ലുക്മാനും ഉണ്ടായിരുന്നു. ലുക്മാനെ ഹാഫ് ടൈമിൽ മാറ്റുന്നു, യൂലിയൻ അൽവാർസിനെ കൊണ്ടുവരുന്നു. ലുക്മാന് 45 മിനിറ്റ് റെസ്റ്റ് കിട്ടി, അൽവാർസിനും 45 മിനിറ്റ്സ് റെസ്റ്റ് കിട്ടി. കൂടാതെ ഗ്രീസ്മാന് റെസ്റ്റ് കൊടുത്ത്. ഇപ്പോൾ ഡിഫൻസിൽ നിങ്ങൾ നോക്കാം, ഹാങ്കോയ്ക്കും പ്യൂബലിനും റെസ്റ്റ് ആയിരുന്നു. അവർ സ്റ്റാർട്ട് ചെയ്തത് റോബിൻ ലീ നോർമാൻ്റെയും കിമിനസിനെയാണ്. ഫുൾ ബാക്കായിട്ട് മൊളീനേനെ സ്റ്റാർട്ട് ചെയ്തു, ലോറൻറ്റെക്ക് റെസ്റ്റ് കൊടുത്തു. ലെഫ്റ്റ് ബാക്കായിട്ട് ജൂലിയോ ഡിയാസ് എന്ന് പറയുന്ന ഒരു അക്കാഡമി പ്ലെയറിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, 21 വയസ്സുകാരൻ. റുഗേറിക്ക് റെസ്റ്റ് കൊടുത്തു. സോ എല്ലാവർക്കും, കൊക്കയ്ക്ക് റെസ്റ്റ് കൊടുത്തു, മെയിനായിട്ടുള്ള മിക്ക പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്തു. ലുക്മാന് ഹാഫ് ടൈം റെസ്റ്റ് കൊടുത്തു, സൊർലോത്തിനെ ഇടയ്ക്ക് വെച്ച് മാറ്റി. സോ ഗ്രീസ്മാന് റെസ്റ്റ്, അൽവാറസിന് റെസ്റ്റ്, എല്ലാവർക്കും റെസ്റ്റ്. സോ ഫ്രഷർ ആയിട്ടുള്ള ഒരു സ്ക്വാഡായിരിക്കും ബാർസലോണയ്ക്ക് അഗെയിൻസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് വീക്ക് മിഡ് വീക്ക് അവർ ക്ലബ് ബ്രൂവിന് അഗെയിൻസ്റ്റ് ഒരു ഇൻറ്റൻസ് മാച്ച് കളിച്ചിരുന്നു. പക്ഷേ ആ മാച്ചിൽ ലാസ്റ്റ് ആൾ ഫുൾ റൊട്ടേഷനൊക്കെ നടത്തി എല്ലാവർക്കും റെസ്റ്റ് കൊടുത്തു. ഞാൻ ഈ മാച്ചിലും ആൾ സ്ക്വാഡിന് അത്യാവശ്യം നല്ല റൊട്ടേഷൻ കൊടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. സോ ബാർസലോണ ബിവെയർ, നല്ല ഫ്രഷ് ലെഗ്സുമായിട്ടാണ് അവർ വരാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മാച്ചിലോട് വരുമ്പോഴേക്കും പ്രട്ടി മച്ച് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് തന്നെ റയലോവയുടെ ഈസിലി കളി കില്ലിയായിരുന്നു. ബട്ട് യാൻ ഒബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വൻ മതിലാണ് അവളെ നിന്നത്. ആളുടെ 3 കിഡിലൻ സേവുകൾ ഫസ്റ്റ് ഹാഫ് വരുന്നതുകൊണ്ട് ആ 3 ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഹാഫിലാണ്. ആ 3 സേവുകൾ ആൾ നടത്തി അവരെ ഗെയിമിൽ കീപ്പ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് അത്ലറ്റിക്കോ ഗെയിമിലല്ലേ, എന്നാൽ സെക്കൻഡ് ഹാഫിൽ പക്ഷേ അപ്പോൾ അത് അത്ലറ്റിക്കോ ഗെയിമിലോട്ട് വന്നു. സബ്സ്റ്റിറ്റ്യൂഷൻസ്, റയലോവയുടെ പ്ലേയേഴ്സ് ടയേർഡായി. അത്ലറ്റിക്കോ ക്വാളിറ്റി ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച്. ഇപ്പം ഗ്രീസ്മാൻ വന്നു. ഓക്കെ, ജൂലിയാനോ സിമിയോണിനെ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല, ആൾക്ക് റെസ്റ്റ് കൊടുത്തു, ആൾ ബെഞ്ചിൽ നിന്ന് വന്നു. സോ സിമിയോണയൊക്കെ വന്നതിന് ശേഷം ഗെയിം കുറച്ചുകൂടെ ഓപ്പൺ ആക്കി. ആൻഡ് ലാസ്റ്റ് അത്ലറ്റിക്കോ ബൈനയിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്താണ് ഈ ഫസ്റ്റ് ഹാഫിൻ്റെ ഇടയ്ക്ക്, പക്ഷേ അത് ഓഫ് സൈഡ് കാരണം റൂൾ ഔട്ട് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ചാൻസുകൾ മെയിൻലി യൂരാനോ സിമിയോനോ സോ ഗുഡ്. ചാൻസുകൾ, ആളുടെ റൺസൊക്കെ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, വൈഡിൽ നിന്നുള്ള ക്രോസുകൾ വന്നു, ചാൻസ് വരാൻ തുടങ്ങി. പക്ഷേ എങ്ങനെയൊക്കെയോ ബ്ലോക്ക് ചെയ്ത് റയലോവയുടെ പിടിച്ചിരിക്കുന്ന ഒരു സിനാരിയോ ആയിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു ബിഗ് ചാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അത്ലറ്റിക്കോയ്ക്ക് പറ്റിയില്ല സെക്കൻഡ് ഹാഫിൽ. എല്ലാവരും ഹാഫ് ചാൻസ് തീരുവാണ്. ഫൈനൽ തേർഡിൽ എത്തിയിട്ട് ക്വാളിറ്റി അത്ലറ്റിക്കോ മിസ് ചെയ്യുന്നു. പക്ഷേ 90+4th മിനിറ്റിൽ യൂലിയൻ അൽവാറസ് ആ വിന്നർ സ്കോർ ചെയ്യുകയാണ്. അത്ലറ്റിക്കോ 3 പോയിൻറ്റ്സോട്ട് പോകണം. സോ അത്ലറ്റിക്കോ ഇപ്പോൾ തേർഡ് സ്പോട്ടിലോട്ട് നോക്കി. VRLനും അത്ലറ്റിക്കോയ്ക്കും സെയിം പോയിൻറ്റ്സ് ആണ്, 51 പോയിൻറ്റ്സ്. പക്ഷേ ഗോൾ ഡിഫറൻസിൽ അത്ലറ്റിക്കോ ഫ്രണ്ടിൽ കയറി. 5th സ്പോട്ട് നിൽക്കുന്നത് ബെറ്റിസ് ആണ്, അവർക്ക് 42 പോയിൻറ്റ്. അവരൊരു ഗെയിം കുറേ കളിച്ചിട്ടുള്ള അത് ജയിക്കുവാണെങ്കിൽ 45 ആവും. പക്ഷേ അത്ലറ്റിക്കോയ്ക്ക് ലീഗിൽ പ്രട്ടി മച്ച് അധികം ഫോക്കസ് കൊടുക്കാതെ അധികം റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. കോപ്പ ഡെൽ റേ, ചാമ്പ്യൻസ് ലീഗ് ഫോക്കസ് ചെയ്ത് അവർക്ക് പോവാം. കാരണം ലീഗിൽ അവർ ടോപ്പ് 4 എന്നുള്ളൊരു സിനാരിയോയിലോട്ട് എത്തി. സോ ലെറ്റ്സ് സീ, ഇത് സ്കെയറി ആയിട്ടുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചാലാണ്. റിയലി ചാമ്പ്യൻസ് ലീഗിലെ ടീമുകൾക്കും ആൻഡ് കോപ്പ ഡെൽ റേ സെക്കൻഡ് ലെഗിൽ ബാർസലോണയ്ക്കും ചെറിയ തലവേദന വരുന്നൊരു കാര്യം തന്നെയാണ് ഇത്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.